എൻ്റെ പൊന്നടവ് എന്നെ രസമറിയോ, ഒരു രക്ഷയില്ല. അടിപൊളി വൈബായിരുന്നു കേട്ടോ. അരുവിക്കുഴി അടിപൊളി. ഊട്ടുപാറയിൽ പോയി അവിടെ നിന്ന് നാഗപ്പാറയും കണ്ട് നേരെ ഒരു കുളി പാസ്സാക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങളിവിടെ. അരുവിക്കുഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോയ്ക്ക് മുമ്പ് 2 വീഡിയോ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഊട്ടുപാറയും നാഗപ്പാറയും. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് അതും കൂടെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ആ 2 വീഡിയോയുടെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ആ സാധനത്തിൽ ഇട്ടേക്കാം കേട്ടോ. സോറി, നാക്കുളിക്ക്. അപ്പം ഞങ്ങൾ നേരെ അരുവിക്കുഴി വന്നിട്ടുണ്ട്. അരുവിക്കുഴിയിൽ എന്തായാലും ഇവിടെ ഇറങ്ങി ഞങ്ങൾ എന്തായാലും ഒന്ന് കുളിക്കാൻ തന്നെ തീരുമാനിച്ചേക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ചൂട് കാരണം കൊണ്ട് ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങി കുളിച്ചിട്ട് എന്തായാലും ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ അരുവിക്കുഴിയിൽ എന്തായാലും ഇറങ്ങി കുളിച്ച് കയറ്റേ പോകത്തുള്ളൂ. ഇവിടെ വലിയ കുഴപ്പമില്ല, സേഫാണ്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് ഇറങ്ങുന്നതേ. അവൻ താഴോട്ട് എന്നിട്ട് വീഡിയോ എടുക്കാൻ പറയുക. താഴെ ചെന്നിട്ട് നേരെ നല്ല കിടക്കാൻ വീഡിയോ എടുക്കാമല്ലോ അല്ലേ. ഇനി നമുക്ക് കുറച്ച് താഴെ പോയി എടുക്കാം അല്ലേ. താഴെ പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ താഴെ പോവാം താഴോട്ട് പോവാം. എടാ ഇവിടുന്ന് എങ്ങനെ നടന്ന് പോകണമെന്ന് നോക്കണം. ഇതിലിറങ്ങാമല്ലോ. വാവ്, ഇറങ്ങി വരാൻ വലിയ സീനൊന്നുമില്ല കേട്ടോ. മഴ പിടിച്ച് കഴിയുമ്പോൾ ഇതിലെ വരുന്നതൊക്കെ സൂക്ഷിക്കണം. ഭയങ്കര റിസ്ക്കാണ്, അതെപ്പോഴും ഓർത്തോണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ വേറൊരു ഇതുകൂടെ ഉണ്ട് കേട്ടോ. ഇത് സീനാണ്. ഓ, അതും ഭയങ്കര വലിയതല്ലേ. അത് ഇതിനേക്കാൾ വലിയ അതല്ലേ, നല്ല സ്റ്റീപ്പായിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിത് താഴേക്കൊന്ന് പോവാം കേട്ടോ. താഴേക്ക് ഒന്ന് പോയിട്ട് അവിടെ അത്യാവശ്യം നല്ല കുറച്ച് വിഷ്വൽസ് ഉണ്ടോ നോക്കണം. ഇതിലല്ലേ പോകുന്നേ. എടാ ഇതുവഴി അല്ലല്ലോ അവിടെ പോകുന്നേ. ചവിപ്പോയി ഇറങ്ങിയെന്ന് ചോദിക്കാം. ആ നോക്കാം. ഈ വഴിയാന്ന് തോന്നുന്നു. പിന്നെ ബാ, ഈ വഴി തന്നെ. കമാൻ. ഇതുണ്ടോ, ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും കൊണ്ട് വലിച്ചു വാരിയിട്ടേക്കുക. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ കൊണ്ട് ഇടരുതെന്ന്. ഇത് ഫുള്ള് മാലിന്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. എന്തായാലും കൊള്ളാം, ഒന്നും പറയാനില്ല. എൻ്റെ അമ്മ ഉമ്മാരെങ്ങനെ ഇറങ്ങി പോടാ ജോലി. അവിടെ എങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു. വെള്ളത്തിനാണ്ട് കിടന്നാൽ കൊള്ളാം. എടാ ഇത് അതിലെ നാട്ടിറങ്ങിയാണോ ആ വഴി അങ്ങ് നടക്കും. എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി സുഹൃത്തുക്കളെ. ഇനി അമ്മ അപ്പുറം വഴി വല്ലതും ആയിരിക്കും ഇറങ്ങിയത് അല്ലേ.
എൻ്റെ പൊന്നടാവേ, ഇവൻ എന്നെ കൊണ്ട് കുളത്തിൽ ചാടിക്കും കേട്ടോ. ഇതുണ്ടോ വഴിയില്ലാത്തൊരു വഴി കൂടെ എന്നെ വെള്ളത്തിൽ നനച്ച് എൻ്റെ കാല് മോശമാക്കാൻ വേണ്ടി എൻ്റെ ബൂട്ട് നനഞ്ഞു പോവും, ഉറപ്പാണ്. ഇതുണ്ടോ ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ബൂട്ട് നനഞ്ഞ് എടാ മര്യാദയ്ക്ക് നേരെ വരാടാ, വഴിയുണ്ടടാ. ആണോ അതിന് പൊക്ക. ആ ഇനി നമുക്ക് കയറണ്ട അങ്ങോട്ട്. എൻ്റെ ദൈവമേ, കണ്ടോ, എനിക്കറിയാൻ മേല ഈ വഴിയല്ല വേറെ വല്ല വഴിയുണ്ടെങ്കിൽ ഞാൻ നിന്നെ പറയാം. എന്നെ കുട്ടിത്തോട് ചാടി കടത്തിച്ചവൻ. എന്നാ എൻ്റെ ഷൂ വലിയ സീനായില്ല കേട്ടോ. ബൂട്ടിനകത്ത് വലുതായിട്ട് വെള്ളം കയറിയിട്ടില്ല. എനിക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല. മറ്റേ ഷൂ ആയിരുന്നെങ്കിൽ നനഞ്ഞാനെ. ആട്ടാ അവിടെയൊക്കെ പെണ്ണുങ്ങളുണ്ടാ, കണ്ടാൽ മതി. എന്നാലും ഞാൻ പറഞ്ഞത് ഇറങ്ങി കുളിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മേളിൽ പ്രൈവസി ഉണ്ട്, മേളിൽ കുളിക്കാം. എടാ അതുകൊണ്ടോ ആൾക്കാർ അതിലേ ഇറങ്ങി വരുന്നേ, അതുവഴി ആയിരിക്കും. എടാ മോനെ, ഇതിലെ മര്യാദയ്ക്ക് ഒരു വഴി കിടന്നിട്ട് അവനെ കൊണ്ട് കുട്ടിത്തോളൊക്കെ ചാടി. ഞാൻ ഈ കാണുന്ന വഴിയാ. അപ്പോൾ ഇതാണ് അരുവിക്കുഴി വാട്ടർഫാൾസ്. ഞങ്ങൾ വീണ്ടും മേളിലോട്ട് കയറി വന്നു. ഇനിയാണ് കുളി. വളരെ ദുർഘടം പിടിച്ച വഴി കൂടെയാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. ഒന്ന് മേലെ എഴുതാൻ എന്നാൽ ഇനിയാണില്ല. ഇവിടെ കറക്റ്റായിട്ട് ഇറങ്ങി വരാനൊക്കെ പ്രോപ്പർ വേ ഇല്ല. നല്ല രസമാട്ടോ, ചെയർ ഇറങ്ങി വരുന്ന പോലെ. വളരെയധികം ദുർഘടം പിടിച്ചൊരു വഴിയാണിത്. അതിലെ ഇറങ്ങുന്നത് ഇതുണ്ടോ, ഞാൻ കാണിച്ചിടാവേ. ഇതുണ്ടോ ഇങ്ങനെയുള്ള ഈ വയറെ ചവിട്ടി, സോറി വയറും പോട്ടെ, ഇങ്ങനെയുള്ള ഈ വള്ളി ചവിട്ടി വേണം കയറാൻ മേളിലേക്ക്. ഞങ്ങൾ നല്ല ആഴ്ച ആണോ, നമുക്ക് നോക്കാം. നിനക്ക് നീന്താൻ അറിയുന്നില്ലെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി കേട്ടോ. എനിക്ക് നീന്താൻ അറിയാം. ആണോ, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകല്ലേ. ഇവിടെ എനിക്ക് മുട്ടറ്റം വെള്ളമുണ്ട് കേട്ടോ. എടാ തല അപ്പം ഇവിടുത്തെ കുളി മതിയാക്കി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അയ്യോ ഇല്ല അത്രയും പോകുന്നില്ല.
ഇല്ലടാ തെന്നാനുള്ളതില്ല അവിടെ. ആണോ? എന്നാ വേണ്ട. അപ്പം ഞാൻ എന്നാൽ അങ്ങോട്ട് പോകുന്നില്ല. ജോഷിമോൻ പറഞ്ഞ ഇത് കേൾക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനപ്പുറത്തോട്ട് എന്തായാലും ഞാൻ പോകുന്നില്ല. ഓക്കെ, അതിൻ്റെ താഴോട്ട് വലിയ കുഴിയാട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഭയങ്കര റിസ്ക്കാണ്, അങ്ങോട്ട് പോകുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നൊരു കുളിയൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് നേരം ഇരുന്നുള്ളൂ, പക്ഷേ ആ ഇരുന്ന സമയമൊക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ലാസ്റ്റ് ഇവിടെ ഒരു അടുത്തൊരു നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുല്ലാടുള്ള ലിബിൻ എന്ന് പറയുന്നൊരു ബ്രോ ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ബ്രോ പറഞ്ഞ് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് നാലുമണിക്കാറ്റ്. അതിൽ പറയുന്നത് ബാംഗ്ലൂർ റോഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏകദേശം 8 കിലോമീറ്ററാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിനി അവിടെ കൂടെ പോയിട്ട് അവിടുത്തെ ആ ഒരു ഈവനിങ് വൈബും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അരുവിക്കുഴിയിലെ കുളിയെല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു ഇവിടെ. ഇവിടുത്തെ കുളിയൊക്കെ നല്ല രസമാണ്. അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ചെങ്ങന്നൂരുള്ള ബാംഗ്ലൂർ റോഡ്. ഇവിടെ കാണാൻ മാത്രമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുവഴി വരുന്നവർക്കൊക്കെ ഇവിടെ വന്നൊന്നിരിക്കാൻ വൈകുന്നേരം അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം കണ്ടമാണ്. ആ കണ്ടത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ്. വൈകുന്നേരം ഇതുപോലെ അമ്പലത്തിൽ നിന്നൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു നൊസ്റ്റു അടിക്കത്തില്ലേ? നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരത്തില്ലേ? ഒരു പ്രത്യേക രസം കേട്ടോ. ഇങ്ങനെ ഈ അമ്പലത്തിൽ നിന്നുള്ള ഈ ടൈമിൽ ഇങ്ങനെ ഈ പാട്ടൊക്കെ കേൾക്കുന്നതിനായിട്ട് നല്ല രസമല്ലേ? ഒരു ചായ കുടിക്കല്ലേ? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അതായത് കോട്ടയം പത്തനംതിട്ട ബോർഡർ ഭാഗമാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെയാണ്. ഈ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ വഴികളും ഈ അകത്തോട്ട് കയറി കിടക്കുന്ന വഴികളും അതൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ കണ്ട ചെറിയ നല്ല മഞ്ഞ പൂക്കളാണ്. നമ്മളവിടെ ഉണ്ട് കേട്ടോ. ഈ പൂക്കൾ കണ്ടത്തിൻ്റെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. പക്ഷേ ഒരു സൂത്രം കാണിച്ചത് അതുണ്ടോ ഈ സ്ഥലം ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് ഇരിക്കണം. പൊളി വന്നിട്ട് ഈ പാറയുടെ എന്താ രസമല്ലേ? സൂപ്പർ. ചെങ്ങന്നൂരിൽ ഇങ്ങനൊരു ബാംഗ്ലൂർ റോഡ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ ജോഷിമോനൊപ്പം ജോൺ റൈഡർ സൈനിങ് ഓഫ്. താങ്ക് യു. ബൈ.